മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അപ്പോൾ എന്താ ഗൈസ്, തുടങ്ങിയാലോ? അസ്ലം OMൻ്റെ റീല് കണ്ടപ്പോഴാണ് ഞങ്ങളും ഊട്ടിയിലേക്കുള്ള യാത്ര മസനഗുഡി വഴി ആക്കിയത്. ഈ ഒരു യാത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നത്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മാൻകൂട്ടങ്ങളെ കണ്ടു. അവർ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, ചില ഭാഗങ്ങളിൽ ആനയെ കാണാൻ പറ്റി. അത് മെല്ലെ മെല്ലെ വരട്ടമ്മേ. ഒറ്റ അടിക്ക് എടുക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ. പിന്നെ മയിലും കാട്ടുപോത്തും മലയണ്ണാനും ഒക്കെ ആ യാത്രയിൽ ഞങ്ങളുടെ കാഴ്ചയിൽ വന്നുപോയി. സിംഹോ സൂപ്പർ നീതു നോക്ക് ഒറ്റക്കൊമ്പേ. നമ്മൾ നോക്കി കണ്ടമ്മേ. കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി സ്പീഡ് കുറച്ചാണ് ഏട്ടൻ കാർ ഓടിച്ചത്. അതുകൊണ്ട് തന്നെ കാടിൻ്റെ ഓരോ ഭംഗിയും ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി. അവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്, വണ്ടികൾ പാർക്ക് ചെയ്യരുത്, വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ഫോട്ടോഗ്രാഫി പാടില്ല എന്നൊക്കെ. ഇഷ്ടം പോലെ സൂംഡ് ഉണ്ട് ഗൈസ്. നമ്മൾ കൂടുതൽ കണ്ടത് മാനെയാണ്, പിന്നെ ഒരു 6 ആനേനെ കണ്ടിട്ടുണ്ട് ഗൈസ്. കൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പുറത്തെ സൈഡെത്തി, ഇത് മാറിപ്പോയി. മസനഗുഡി ടൗൺ എത്തിയപ്പോൾ അവിടെ ധാരാളം ജീപ്പ് സഫാരി ചെയ്യുന്നവർ ടൂറിസ്റ്റുകളെ പിടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊരാൾ നമ്മുടെ വണ്ടിയിലും കൈകാട്ടി. ധാരാളം മൃഗങ്ങളെയും ഒരു ഡാമും പിന്നെ ആന വെള്ളം കുടിക്കാൻ വരുന്ന മുളക്കാടും കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെയും കൺവീൻസ് ആക്കി. 6 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് 1000 രൂപയാണ് അവർ ചാർജ് ആക്കിയത്. ജീപ്പ് സഫാരി തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ഡ്രൈവർ ഇങ്ങനെ പറയുന്നത്. கேரண்டி கிடையாது. அப்படியா? ஆமா, உங்க லக்கு தான். 2 சைடு பாத்துக்குங்க, எதா பாத்தீங்கன்னா சொல்லுங்க. வழியில இருந்தது அதான் நான் மார்னிங் ஈவினிங்னா கொஞ்சம் சான்ஸ் இருக்கும். ஏன்னா இந்த சன்லைட் கொஞ்சம் கம்மியாச்சுன்னா கூலிங் இருக்கும், எல்லாம் ரோட்டு சைடு வரும். பட் இந்த டைமும் வரும் அனிமல்ஸ் தண்ணி குடிக்கிறது. ஏன்னா இந்த சைடு ரிவர் இருக்கு, அதெல்லாம் தண்ணி குடிக்க வரும். 2 சைடும் நல்லா வாட்ச் பண்ணிக்கிங்க. மொபைல் வீடியோ கேமரா ரெடியா. நீங்க எவ்வளோ வருஷமா ஓட்டிட்டு இருக்கீங்க? 12 வருஷம். 12 வருஷம். இப்போதான் இந்த மாதிரி சஃபாரி. முன்னாடி அதெல்லாம் இந்த மாதிரி கிடையாது. ஃபுல்லாக காட்டுக்குள்ளே போவோம். அப்புறம் நைட் சஃபாரி அதெல்லாம் க்ளோஸ் பண்ணிட்டாங்க. நைட் சஃபாரி இருந்தது. ஆனால் நைட்லலாம் வந்து 100% கேரண்டியாக பார்க்கலாம். ஆனால் நைட்டில் ஜாஸ்தி வண்டி ஓடாது, ஒரு 10 வண்டி அந்த மாதிரி தான் இருக்கும். ഇത് ഉച്ചസമയമായതുകൊണ്ട് നിങ്ങൾക്ക് ലക്കുണ്ടയിൽ മാത്രം മൃഗങ്ങളെ കാണാൻ പറ്റുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു അടി കിട്ടിയ ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഫാമിലിയുടെ കൂടെ ഒരു ജീപ്പ് സഫാരി അത് എക്സ്പ്ലോർ ആക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളുടെ ലക്ക് കൊണ്ട് മ്ലാവിൻ കൂട്ടത്തെയും മാനിനെയും കണ്ടു. പിന്നെ ഇന്നലെ ആ ഭാഗത്ത് ഇറങ്ങിയ ഒരു ടൈഗറിൻ്റെ വീഡിയോ ഡ്രൈവർ കാണിച്ചു തന്നു.
അതും കണ്ട് തൃപ്തിയായി തിരിച്ച് മസനഗുഡി ടൗണിലേക്ക് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇറക്കി തന്നു. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു കേരള സ്റ്റൈൽ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഊട്ടിയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു. മുപ്പത്തിയാറ് ഹെയർ പിൻ വളവൊക്കെ കയറി മുന്നോട്ട് പോയപ്പോൾ ഊട്ടി റീച്ചായി. ഊട്ടിയിലെത്തിയ ഉടനെ ഫസ്റ്റ് ടാസ്ക് ലഞ്ച് സെർച്ച് ചെയ്യുക എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഫേമസ് ആയ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. തമിഴ്നാട് സ്റ്റൈൽ മുഗൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ടേസ്റ്റ് ഓക്കെ ആയിരുന്നു, പക്ഷേ ചിക്കൻ്റെ പീസ് കുറവായിരുന്നു. നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് അതത്ര ബേർത്തല്ല, പക്ഷേ ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. മുട്ട ബിരിയാണിയോ? ചിക്കനും ഉണ്ടോ? അതുമാത്രം ഒരു മൈനസായി തോന്നി. ബാക്കിയെല്ലാം സൂപ്പർ. ഇനി അവരുടെ സർവീസ് ആണെങ്കിലൊക്കെ നൈസായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഡയറക്റ്റ് റിസോർട്ടിലേക്കാണ് പോയത്. പോകുന്ന വഴിയിൽ കാട്ടുപോത്തുകൾ കൂട്ടായി നിൽക്കുന്നത് കണ്ടു. കുറച്ച് ദൂരത്തു നിന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് കരുതിയത് ആനയാണെന്നാണ്. പിന്നെ അത് കാട്ടുപോത്താന്ന് മനസ്സിലായി. പിന്നെ റിസോർട്ട് റീച്ചായി. റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്പോട്ട് സൂപ്പറാണ്. പിന്നെ ക്യാമ്പ് ഫയർ, ഗ്രില്ലിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഓൺ വൈബായിരുന്നു. മൂന്ന് പോകില്ല ബ്രോ? 3 5 வைங்க சார். 5 അല്ല ഇതിൽ 3 வைங்க. அப்படியும் രാത്രി ഒരു 9:30 ഒക്കെ ആയപ്പോൾ ഞാൻ ബിഗ് ബോസ് കാണാൻ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളും കയറി വന്നു. റിസോർട്ട് അറ്റ്മോസ്ഫിയർ ഫുൾ ചിൽ വൈബായിരുന്നു. നൈറ്റ് അവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റിൻ്റെ സൗണ്ട് കേട്ട് ഒരു ഹൊറർ ഫീലായിരുന്നു. ഉറങ്ങാൻ പറ്റുന്നില്ല, ജസ്റ്റ് നല്ല പേടിച്ചിട്ട്. നെക്സ്റ്റ് ഡേ മോർണിംഗ് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തിരിച്ച് ഊട്ടിക്ക് പോയി. ലവ് ഡേയിൽ കണ്ടു, അത് എക്സ്പ്ലോർ ചെയ്തു.
പറിക്കണേ? സൂപ്പർ ചെറിയ സ്ട്രോബെറി ലേട്ടാ. സ്ട്രോബെറി തന്നെയാണോ? പിന്നെ ചാച്ചുണ്ണി ആ ടൈമിൽ അവിടെ ട്രാക്കിൽ ചെറിയ ചെറിയ സ്ട്രോബെറിൻ്റെ ഒരു എന്തോ സംഭവം ഉണ്ട്, അതെന്താ കറക്റ്റ് എനിക്കറിയില്ല. അതും കൊണ്ട് ചാച്ചു വന്ന് പറഞ്ഞു അമ്മ മിനിയേച്ചർ സ്ട്രോബെറി ഉണ്ട്, കാണിച്ചു തന്ന അവളെ എനിക്ക്. അവൾ അതിൻ്റെ ഹാർവെസ്റ്റ് നടത്തുമായിരുന്നു അവിടെ. ഒരു ക്യൂട്ടായിരുന്നു അത് കാണാൻ. ഇത് ഡയറക്റ്റ് പിന്നെ പോയത് മോദീസ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. ബില്ലാക്കണോ? Chocolate. Add two. Bro, the second one, triple chocolate. Two. Honey chocolate. Honey cake अला. Honey cake का. Honey cake क्या जी? Honey cake. Honey cake. Okay. चीज केक और అవును फ्लेवर नहीं चूज பண்ணி ఓకే 110 ഓക്കെ ബിൽ എടുത്തു അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു ചെയ്തില്ല. ഇത് കൊടുക്കണേ, ഡാക്ടർ കൊടുക്കണ്ട. Excuse me, one ginger tea. എനിക്ക് വേണ്ട, വേണ്ട ഒന്നും പാടില്ല. ഇതിന്റെ ഫേവറേറ്റ് സ്ട്രോബെറി വേണ്ട. ഫിനിഷ് ചെയ്യണല്ലോ, സ്പീഡാക്കണ്ടേ. റോഡ് സൈഡിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ നിന്ന് സ്വീറ്റ് കോൺ വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് സംസാരിച്ചപ്പോൾ അവർ മലയാളിയായിരുന്നു. എനിക്ക് തോന്നുന്നു അവരവരുടെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുന്നംകുളം പറയുമ്പോ ഇവിടെ തൃശ്ശൂര് നോക്കിയേച്ചി എപ്പടില്ല അമ്മച്ചോ. അച്ഛൻ വന്നതാ അങ്ങോട്ട് പണിക്ക്, ആലോചന വന്നതാ. ഇവിടുത്തെ ആൾ അവിടെ പഠിക്കാമായിരുന്നു. ഇവിടുത്തെ ആളവിടെ പണിക്ക് കോട്ടയത്ത് പഠിക്കുന്നില്ല. കോട്ടയത്ത് ആയിട്ട് അവിടെ കൊണ്ടുപോകുന്നത് നമ്മ തമിഴ്നാട്ടേ. നല്ലല്ല ക്ലൈമറ്റ് ഒക്കെ കുഴപ്പമില്ല. അത് 40 കൊല്ലമായില്ലേ. അത് 10 കൊല്ലം ഒളിവിലിരുന്നു വയനാട്ടില്. പിന്നെ നമുക്ക് എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കുറച്ച് തോനെ സംസാരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ഊട്ടിയിലെ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. മക്കളൊക്കെ ഉള്ളതിനെ കൊണ്ട് അവരെ കലമ്പാക്കാൻ തുടങ്ങി.
പിന്നെ നമുക്ക് പറ്റാവുന്നിടത്തോളം കവർ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനാക്കി. വയനാട്ടിലേക്ക് തിരിച്ചു. ഒരു കാർ മാത്രം പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴി. ഇതിൻ്റെ സൈഡിലൊക്കെ ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ വെജിറ്റബിൾസ് വാങ്ങി. പിന്നെ ഊട്ടിയുടെ ചുരം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു ഉമ്മ ഉണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ എപ്പോൾ ഊട്ടി പോവുകയാണെങ്കിലും തിരിച്ചു വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാറുണ്ട്. പിന്നെ അവിടുന്നും കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി ഡയറക്റ്റ് വയനാട്ടിലേക്ക് പോയി. എന്തായാലും ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു ഊട്ടിയിൽ നിന്ന്. മസനഗുഡി ആയിരുന്നു മെയിനായിട്ട് പറയേണ്ടത്. ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റി. മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഊട്ടിയാണെങ്കിലും നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി.